ചോറിന്റെ കൂടെ കഴിക്കാൻ ഇതുപോലത്തെ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടട്ടോ ചോറിന് കൂട്ടാൻ. വഴുതനങ്ങ ഇതുപോലെ തന്നെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതിലിട്ട് രണ്ട് ഭാഗം ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ അതാ ഓരോ കഷ്ണങ്ങളും എണ്ണയിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒരു ഭാഗം വാടി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ രണ്ട് ഭാഗം ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് തന്നെ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 10-15 ചെറിയുള്ളി കട്ട് ചെയ്തതും 2 വെളുത്തുള്ളിയുടെ അല്ലി ഒരു ഇഞ്ചിയുടെ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇത് നന്നായി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുകൂടെ ഇതിലിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇതിൽ നിന്ന് മുളകെടുത്തിട്ട് മിക്സിന്റെ ജാറിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള ചെറിയുള്ളിയും കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ചതച്ചെടുക്കാം. ഇനി ഇതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം നമ്മൾ വാട്ടിയെടുത്തിട്ടുള്ള വഴുതനങ്ങ ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ദാ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ഒന്ന് പിഴിഞ്ഞൊഴിച്ചെടുക്കാം. അപ്പോൾ ദാ ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല സ്പൈസി ആയിട്ടുള്ള വഴുതനങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ടട്ടോ ചോർക്ക് കൂട്ടാൻ. ഇപ്പോൾ വഴുതനങ്ങയൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.